പിന്നെ എങ്ങനെയാണ് BJP രാജ്യത്ത് ഇത്രയും ശക്തി പ്രാപിച്ചത്? അത് സ്വയം വിമർശനാത്മകമായി എടുക്കുന്നതായിരിക്കും നല്ലത്. VD സതീശൻ ഏതാണ്, VD സവർക്കർ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളത് ആ പ്രസംഗത്തിന്റെ സമയത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഇത്ര വലിയ പാൻ ഇന്ത്യ ലെവലിൽ RSSനെതിരെ തുടർച്ചയായി പോരാടുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ഈ പറയുന്ന CPM-ഉം CPI-യും പോലും അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി വന്നതും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൽ നമ്മൾ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമായി പറഞ്ഞതും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് തമിഴ്നാട്ടിൽ വോട്ടുകൾ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇന്ത്യ സഖ്യം, ഇപ്പൊ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം BJP അല്ലെങ്കിൽ വർഗീയതക്കെതിരായി വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാം ഒരു ആശാവഹമാണ്. പക്ഷെ കോൺഗ്രസിന്റെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നു. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കേവലം 42 സീറ്റുമായി ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും തെരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴും രാഹുൽ ഗാന്ധി BJP ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഉത്തരേന്ത്യയിലടക്കം UP-യിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJP-യെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസും അതിന്റെ മുഖ്യ നേതാവും രാഹുൽ ഗാന്ധി അദ്ദേഹം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിച്ചത് ഈ വയനാട് കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ വന്ന് പാർലമെന്റ് മണ്ഡലത്തിൽ വന്നാണ് മത്സരിക്കുന്നത്. അവിടെ BJP ഒരു മുഖ്യ ഘടകമല്ല, ഇടതുപക്ഷവുമായി അദ്ദേഹം മത്സരിക്കുന്നു. ഇടതുപക്ഷവും എല്ലാം ചേർന്ന് രൂപീകരിച്ച ഈ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 30 സീറ്റുകളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൽ ഇന്ത്യ സഖ്യമായി 10 സീറ്റുകളാണ് മത്സരിച്ചത്, ബാക്കി ഒറ്റയ്ക്ക് മത്സരിച്ചു. ബാക്കിയുള്ള 513 സീറ്റുകളിൽ രാജ്യത്ത് വർഗീയതക്കെതിരായി പ്രാദേശിക പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ വോട്ട് ചെയ്തത് ഈ രാജ്യത്തെ വർഗീയത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും എടുത്ത സമീപനങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടണം. കാരണം വർഗീയതക്കെതിരായി പ്രാദേശിക കക്ഷികളെ ഉൾപ്പെടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി വിശാലമായ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ BJP-യെ അല്ലെങ്കിൽ വർഗീയ ശക്തികളെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങൾ അവിടെ എത്തി എന്നുള്ളതാണ്. പക്ഷെ അത് കോൺഗ്രസിന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. പിന്നെ ഇവിടെ വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചെല്ലാം പറയുകയുണ്ടായി. ബാബറി മസ്ജിദിന്റെ കാലഘട്ടത്തിലും LK അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന സംസ്ഥാനങ്ങളിലാണ്. പ്രത്യേകിച്ച് UP-യിലടക്കം 8-9 കേന്ദ്രങ്ങളിൽ വലിയ വർഗീയ കലാപങ്ങളിൽ കൂട്ടക്കുരുതികളും കൊലപാതകങ്ങളും നടക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ND തിവാരി ആയിരുന്നു. ആ ND തിവാരി പിന്നീട് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം BJP-യിൽ പോയി BJP-യുടെ നേതാവായി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം കോൺഗ്രസ് പലപ്പോഴും സ്വീകരിക്കുന്നത്, ഞാനതാണ് ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു മൃദു ഹിന്ദുത്വ സമീപനം പലപ്പോഴും BJP-യുടെ ഒരു B ടീം ഞങ്ങളാണ് എന്നുള്ള തരത്തിൽ, ഇന്ത്യയിലെ സാഹചര്യം അതാണ് എന്നുള്ള തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് കോൺഗ്രസ് പോകുന്ന സമയം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗാളിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു, ഒരു വർഗീയ കലാപം പോലും അവിടെ ഉണ്ടായില്ല, ഒരു വർഗീയ സംഘർഷം പോലും ആ സമയത്ത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബംഗാളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ ഇടതുപക്ഷം അതിനെ വളരെ ശക്തമായി എങ്ങനെയാണ് ഇടതുപക്ഷം വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഇടതുപക്ഷം ശക്തമായ സ്ഥലങ്ങളിൽ വർഗീയതക്കെതിരായിട്ടുള്ള വളരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. പിന്നെ കോൺഗ്രസ് നേതൃത്വത്തെ കുറിച്ചെല്ലാം പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തെ ഞാൻ AVF-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ VD സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തുകയുണ്ടായി. അദ്ദേഹം RSSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത്. ഇപ്പൊ ഞാൻ അന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, വന്നുവന്ന് VD സതീശൻ ഏതാണ്, VD സവർക്കർ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളത് ആ പ്രസംഗത്തിന്റെ സമയത്ത് സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് RSSന്റെയും മറ്റും പരിപാടികളിൽ പരസ്യമായി പങ്കെടുക്കുന്ന, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എത്രയോ പേരാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ വളരെ ശക്തമായി ഇടതുപക്ഷം വളരെ ശക്തമായി ഇതിനെതിരായി ഈ വർഗീയതക്കെതിരായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഈ രാജ്യത്ത് വർഗീയത വേരോടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വർഗീയതയെ വളരെ ശക്തമായി നമ്മുടെ മണ്ണിൽ ആഴത്തിൽ വേരോടിക്കുന്നതിന് വേണ്ടി സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി അതിന്റെ ആഴവും വ്യാപ്തിയും ഭീകരതയും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ചേർന്നുകൊണ്ട് ഈ വർഗീയതയെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വേരോടെ പിഴുതെടുന്നതിന് വേണ്ടി ഒരു മതേതര ബദൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ കോൺഗ്രസ് അതുകൊണ്ട് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കണം എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ലഹരി വളരെ വേഗത്തിൽ നമുക്ക് ഒരു നിയമത്തിലൂടെ മാത്രം നമുക്ക് ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ 1 കിലോ കഞ്ചാവ്, ഇപ്പൊ കേന്ദ്ര നിയമം അനുസരിച്ച് 1 കിലോ കഞ്ചാവ് കൈവശം വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ ചെറുകിട വിതരണക്കാരായി നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ പുതിയ തലമുറ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ ലഹരിക്കെതിരായി വളരെ ശക്തമായി, ലഹരി എന്ന് പറയുന്നത് നേരത്തെ വർഗീയത പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കുന്ന രൂപത്താണ് ലഹരി. കാരണം ഉപയോഗിക്കുന്ന ഒരാളെ മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ, സമൂഹത്തെ, പൊതുവിൽ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഒരു ഗ്രീക്ക് പുരാണ കഥയുണ്ട്, ഞാൻ സമയക്കുറവുള്ളതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ഗ്രീക്ക് പുരാണ കഥത്ത് പറയുന്നുണ്ട്, ഡയോനിസസ് എന്ന് പറയുന്ന വീഞ്ഞിന്റെ ദേവനുണ്ട്. വീഞ്ഞിന്റെ ദേവൻ ഡയോനിസസ് ആണ്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഭക്തി മൂലം അദ്ദേഹത്തിന്റെ ഒരു ഇക്കോറിയസ് എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഇക്കോറിയസിനോട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വീഞ്ഞുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വരം വേണം. അങ്ങനെ വീഞ്ഞുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വരം കൊടുത്തു. അങ്ങനെ ഇക്കോറിയസ് വീഞ്ഞുണ്ടാക്കി. അദ്ദേഹത്തിന്റെ മകൾ മെറിഡോൺ എന്ന് പറയുന്ന മകളും മെറിഗോൺ എന്ന് പറയുന്ന മകളും മെയ്റ എന്ന് പറയുന്ന ഒരു വളർത്തുനായോടൊപ്പം പെൻഡിക്കുലസ് മലയുടെ താഴ്വരയിലാണ് അദ്ദേഹം താമസിക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തിൽ. അപ്പൊ അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് വീഞ്ഞുണ്ടാക്കുന്നു. അദ്ദേഹം മകളും വളർത്തുനായും മറ്റൊരു സ്ഥലത്ത് പോകുന്ന ദിവസം കർഷകനാണ്. അദ്ദേഹം കൂട്ടുകാർക്കെല്ലാം ഈ വീഞ്ഞു കൊടുക്കുകയാണ്. വീഞ്ഞു കുടിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അനുഭവം. അവർ പാടുന്നു, നൃത്തം ചെയ്യുന്നു. അങ്ങനെ നൃത്തം നിർത്താൻ കഴിയുന്നില്ല, പാട്ട് നിർത്താൻ കഴിയുന്നില്ല, ആകെ ബഹളം. അങ്ങനെ കൂട്ടുകാരെല്ലാരും ഈ ഇക്കോറിയസ് ഞങ്ങൾക്ക് വിഷം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടെ വെച്ച് മരക്കമ്പുകൾ ഉപയോഗിച്ച് തല്ലിക്കൊന്ന ഒരു മരത്തിന് താഴെ കുഴിച്ചിടുകയാണ്. അപ്പൊ മകൾ തിരികെ വരുമ്പോൾ അച്ഛന്റെ മൃതശരീരം കാണുന്നു. മകൾ ആ മരത്തിൽ തൂങ്ങി മരിക്കുന്നു. മെയ്റ എന്ന് പറയുന്ന വളർത്തുനായ ഈ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഒരുപക്ഷെ ഡയോനിസസ് എന്ന് പറയുന്ന ദേവൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ ഭക്തനുണ്ടായ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ ദുരന്തത്തിൽ ആ ഗ്രാമത്തെ ആകെ അദ്ദേഹം ശപിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കർഷകരായ സുഹൃത്തുക്കൾ കൊല ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ അവിടുത്തെ കന്യകമാരെല്ലാം ഈ മരത്തിൽ വന്ന് തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഈ കഥ പറയുന്ന ഒരു സന്ദേശം, കാരണം വീഞ്ഞു കുടിച്ച 1-2 പേർ മാത്രമല്ല, അല്ലെങ്കിൽ 3-4 പേർ, ഇക്കോറിയസിന്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, ഒരു ഗ്രാമം മുഴുവൻ ചാമ്പലായി പോകുന്ന രീതിയിലേക്ക് മദ്യം അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം മാറി എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇക്കോറിയസിനെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തെ ആകെ നശിപ്പിക്കുന്ന ഇത്തരം ലഹരിക്കെതിരായി നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി പൊരുതേണ്ട ഒരു സാഹചര്യമാണ്. അതിൽ രാഷ്ട്രീയ വ്യത്യാസത്തിന് അതീതമായി എല്ലാവരും അണിനിരക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മള് ഇപ്പോ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം ചർച്ചകൾ ഉയർന്നു വന്നു. ഇപ്പൊ AVF ഞങ്ങളുടെ ചലഞ്ചിലൂടെ മാത്രമാണ്, ബിരിയാണി ചലഞ്ചും ആക്രി ചലഞ്ചും ചെറിയ ചലഞ്ചുകളിലൂടെ ഞങ്ങൾ തീരുമാനിച്ചത് 10 ലക്ഷം രൂപ ഒരു വീടിനെ കണക്കാക്കി 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. അതായിരുന്നു അവിടെ വെച്ച് പ്രഖ്യാപിച്ചത്. 1 കോടി രൂപ ഒരു മാസം കൊണ്ട് സർക്കാരിന് കൈമാറി. അതുപോലെ തന്നെ ഈ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ പറയുന്നത് നമ്മൾ സാധ്യമായത് പ്രഖ്യാപിക്കുക, പക്ഷെ അതിനകത്ത് നമ്മളൊരു ദുരന്ത ബാധിതരോട് നീതി പുലർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ ഇതെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു തലമുറയാണ്. അപ്പൊ ആ രീതിയിൽ വളരെ കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സമൂഹത്തോട് പറയുക, ആ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ശരി, നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. 2 ഘട്ടങ്ങളിലായി 3 യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും അവരുടെ നിലപാടുകൾ വിശദീകരിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് വർഗീയതയെ എതിർക്കുന്ന കാര്യത്തിൽ ചാമ്പ്യൻഷിപ്പ് ആർക്കാണ് എന്നുള്ള കാര്യത്തിലായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ വർഗീയതയോട് ചേർന്ന് നിൽക്കുന്നതിൽ ആർക്കാണ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ. അതുകൊണ്ട് വർഗീയതയെ എതിർക്കുന്ന കാര്യത്തിൽ ഞങ്ങളാണ് കൂടുതൽ മികച്ചു നിൽക്കുന്നത് എന്ന നിലപാടിനെ ആ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യാം. പിന്നെ ചൂണ്ടിക്കാണിക്കുന്ന വിമർശനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുന്ന വിമർശനങ്ങൾ എന്നുള്ളത് ഭാവിയിലേക്ക് ഒരു ഘട്ടത്തിലും ഒരു തരത്തിലും അതിശക്തമായ മതനിരപേക്ഷ നിലപാടിൽ വെള്ളം ചേർക്കാതിരിക്കാനുള്ള ഒരു ചൂണ്ടുപലകയായി, അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയായി, എന്തെങ്കിലും വെള്ളം ചേർത്താൽ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ചൂണ്ടിക്കാണിക്കപ്പെടും എന്ന അർത്ഥത്തിൽ പോസിറ്റീവായി നമുക്ക് കരുതാം. അർത്ഥപൂർണമായിരുന്നു ഈ സായാഹ്നവും ഈ സംവാദവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3 പേരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദനം ചെയ്യുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.